മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന ഭാഗത്തെ ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ ഐസോസ്കെയിൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് ബേസിനേക്കാൾ 2 സെൻറ്റിമീറ്റർ ലെസ്സാണ്. ഏരിയ 12 cm² ആണ്. ഫൈൻഡ് സൈഡ് ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ സൈഡ്സ് ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ബേസിന് എന്ത് കൊടുക്കാം? ബേസ് എക്സ് കൊടുക്കാം. എക്സ് സെൻറ്റിമീറ്റർ, ബേസ് എക്സ്. സോ ഹൈറ്റ് എന്താണത്? ബേസിനേക്കാൾ 2 സെൻറ്റിമീറ്റർ ലെസ് ആണെന്നത്. അപ്പോൾ ഹൈറ്റ് എന്താവും? ഇവിടെ ഹൈറ്റ് ഇസിക്കൽ ടു എക്സ് മൈനസ് 2. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഏരിയ ആണ്. ഏരിയ ഇസിക്കൽ ടു ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് എന്ത് ചെയ്യുന്നുണ്ട്? 12. അപ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ബേസ് ഇൻറ്റു ഹൈറ്റ് ബൈ 2 എന്നുള്ളത് അതർ സൈഡ് ഇൻറ്റു 2 ആവും. ഇസിക്കൽ ടു 24. ബേസ് ഇൻറ്റു ഹൈറ്റ് എത്ര? 24. അതായത് ഈ ബൈ 2 അതർ സൈഡ് ഇൻറ്റു ആവും. 1 ഇൻറ്റു ബി, 1 ഇൻറ്റു എച്ച്. അപ്പോൾ ബി എച്ച് ഇസിക്കൽ ടു 24. സോ ആ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര? എക്സ്. ഹൈറ്റോ എക്സ് മൈനസ് 2. അത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എത്ര ആയിട്ടുണ്ട്? നമുക്ക് ഇവിടെ 24. എക്സിൻ്റെ എക്സോ സ്ക്വയർ മൈനസ് 2 എക്സ് 2x ഇസിക്കൽ ടു 24. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാക്കുക? 2. ആ 2ൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ 2/2. 2ൻ്റെ ഹാഫ് എത്ര? 1. 1ൻ്റെ സ്ക്വയർ ഇഫ് ആഡ് ബോത്ത് സൈഡ്. ബോത്ത് സൈഡ് വൺ സ്ക്വയർ ഇസിക്കൽ ടു 1. അപ്പോൾ ബോത്ത് സൈഡും 1 ആഡ് ചെയ്താൽ ഈ ആഡ് ചെയ്യുന്ന നമ്പർ എങ്ങനെ കിട്ടുന്നത്? എന്താണോ എക്സിൻ്റെ കൂടെ ഉള്ളത് കോയിഫിഷ്യൻ്റ് അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് 2x. എക്സിൻ്റെ കൂടെ നമ്പറിൻ്റെ ഹാഫ് 1 അല്ലേ? 1 അല്ലേ? ഹാഫിൻ്റെ സ്ക്വയർ 1 അല്ലേ? ഇസിക്കൽ ടു 24 പ്ലസ് 1. ഇനി ഓൾ ദി സ്ക്വയർ ആയി മാറ്റിയാൽ സ്ക്വയറിന് സ്ക്വയർ റൂട്ട് എക്സ്. 1ൻ്റെ സ്ക്വയർ റൂട്ട് 1. ഇവിടെ സിമ്പിൾ ഏതാ? മൈനസ്. അപ്പോൾ എക്സ് മൈനസ് 1 ഓൾ ദി സ്ക്വയർ ഇസിക്കൽ ടു 24 പ്ലസ് 1 25. സോ എക്സ് മൈനസ് 1 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 25 ഇസിക്കൽ ടു 5. സോ എക്സ് ഇസിക്കൽ ടു അപ്പോൾ എന്താവും? മൈനസ് 1 അതർ സൈഡ് ആകുമ്പോൾ പ്ലസ് 1 ഇസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് കിട്ടിയ അഥവാ ബേസ് കിട്ടിയ എത്ര? 6. ഹൈറ്റ് എക്സ് മൈനസ് 2 അല്ലേ? എക്സ് മൈനസ് 2 ഇസിക്കൽ ടു 6 മൈനസ് 2 ഇസിക്കൽ ടു 4 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കിവിടെ ബേസ് 6ഉം ഹൈറ്റ് 4ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? ഐസോട്രോപിക് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ബേസിലേക്ക് വരയ്ക്കുന്ന ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ഹൈറ്റ് എന്ത് ചെയ്യും? ബേസിന് ഹാഫ് ആക്കും. അപ്പോൾ 3ഉം 3 ആകും. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 4ഉം 3ഉം ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബിയും എ സിയും ഈക്വൽ അല്ലേ? ഐസോട്രോപിക് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ എ സി ഇസിക്കൽ ടു ഈ ട്രയാങ്കിളിൻ്റെ എന്തായി മാറും? ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ഹൈപ്പോട്ടൻസ് അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് ബേസായ 3 സ്ക്വയർ പ്ലസ് ഹൈറ്റായ 4 സ്ക്വയർ ഇസിക്കൽ ടു 9 പ്ലസ് 16 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 25. 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 5. സോ അപ്പോൾ അതർ 2 സൈഡ്സ് 5 5. അപ്പോൾ ട്രയാങ്കിൾ സൈഡുകൾ 6 5 5. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2.6 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ് അഥവാ കമ്പ്, അത് എന്ത് ചെയ്യുന്നു, ഒരു വാളിൽ ചാരി വെച്ചിട്ടുണ്ട്, ഒരു ചുമരുമ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം സൈഡിലെ എൻഡ് വാളിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. പിന്നെ എന്ത് ചെയ്തു, അത് അല്പം ഒന്ന് എന്ത് ചെയ്തു, അതിൻ്റെ ചുവരിലെ ഈ അഗ്രം കുറച്ചൊന്നും ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പം അതേ എത്രയാണ് മൂവ് ചെയ്ത് അതേ ഇതെന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴോട്ടും പോയിരുന്നു. ഈ എൻഡ് കുറച്ചൊന്ന് മൂവ് ചെയ്തപ്പോൾ മുകളിലെ എൻഡ് അതേപോലെ താഴോട്ട് അതേ മെഷറിൽ താഴോട്ട് വരുന്നു. അപ്പോൾ ഈ മൂവ് ചെയ്ത മെഷർ എത്ര എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിന് ABC എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ABC, ഫസ്റ്റത്തെ ട്രയാങ്കിളിലെ ട്രയാങ്കിൾ ABC, ഫസ്റ്റ് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടൻസ് 2.6 എന്നിട്ടുണ്ട്, ബേസ് 1 മീറ്റർ എന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റായ AB ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ AB ഈക്വൽ ടു അക്കോർഡിംഗ് ടു പൈത്തഗോറസ് ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ, 2.6 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ എന്താണ് ഈ 2.6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.6 ഇൻറ്റു 2.6 അല്ലേ. സോ നമുക്ക് 26 ഇൻറ്റു 26 676. അപ്പോൾ ഇവിടെ പോയിന്റ് ശേഷം 1, ഇവിടെ പോയിന്റ് ശേഷം 1, അങ്ങനെ 2. അപ്പോൾ നമ്മളൊരു കാര്യം, ഏതിൻ്റെ സ്ക്വയർ കാണുമ്പോഴും ആദ്യം ഡെസിമൽസിൻ്റെ സ്ക്വയർ ആകുമ്പോൾ ആദ്യം ഡെസിമൽ ഒഴിവാക്കി സ്ക്വയർ കണ്ടിട്ട് അതിൽ എത്ര പ്ലേസ്മെൻറ്റിൽ അതിൻ്റെ ഡബിൾ പ്ലേസ് ചെയ്യുന്ന പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് കിട്ടി 676. ഇവിടെ ഒരു പ്ലേസ് ഉള്ളതുകൊണ്ട് 1, 2 2 പ്ലേസ് ഡബിൾ പ്ലേസ് കഴിഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് ആകുമ്പോൾ ഹാഫ് പ്ലേസ് കഴിഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഹാഫ് പ്ലേസ് കഴിഞ്ഞിട്ട് മൈനസ് 1ൻ്റെ സ്ക്വയർ എത്രയാണ് 1. അപ്പോൾ ഈ 1 ഇൻറ്റീജർ അല്ല, അപ്പോൾ 6 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 5, ബാക്കി 5.76. അപ്പോൾ ഇനി പോയിന്റ് ഒഴിവാക്കുമ്പോൾ 576, അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 24. ഇവിടെ ഹാഫ് പ്ലേസ് കഴിഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഇപ്പോൾ 2.4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് കിട്ടി 2.4 സെൻറ്റിമീറ്റർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി എത്ര മൂവ് ചെയ്തത്, ഈ മൂവ് ചെയ്ത മെഷർ എത്ര നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കൊടുക്കാം. ഇവിടെ എക്സ് കൊടുത്തു. അപ്പം ഇത് 2 എക്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് വരില്ല, ഇന്ന് എ മുതൽ ബി വരെയാണ് 2.4, അതിൽ നിന്ന് എക്സ് സെൻറ്റിമീറ്റർ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താവും 2.4 മൈനസ് എക്സ് ആവും. ഇവിടെയോ ബിയിൽ നിന്ന് ക്യൂവിലേക്ക് എക്സ് സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്യണം, അപ്പോൾ 1 പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ ബേസ് 1 പ്ലസ് എക്സും ഇവിടെ ഹൈറ്റോ 2.4 മൈനസ് എക്സ് 1. ഹൈപ്പോട്ടൻസ് മാറ്റേണ്ട, അത് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസ് എന്തായി മാറി 1 പ്ലസ് എക്സ് ഓൾ ദി സ്ക്വയർ പെർപെൻഡിക്കുലർ 2.4 മൈനസ് എക്സ് ഓൾ ദി സ്ക്വയർ ഇസ്ക്വൽ ടു 2.6 ഹൈപ്പോട്ടൻസ് ആയ 2.6 ഓൾ ദി സ്ക്വയർ. ഇനി ഓൾ ദി സ്ക്വയർ അല്ല, അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1. ഇനി 2ab അഥവാ ab 1 ഇൻറ്റു എക്സ് അതിൻ്റെ ഡബിൾ ആകുമ്പോൾ 2x. അത് ഒന്നാമത്തെ സ്ക്വയർ 1, പിന്നെ 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു ഇതിൻ്റെ 2ab എന്നല്ല ഡബിൾ. ഇപ്പോൾ 1 ഇൻറ്റു എക്സ് അതിൻ്റെ ഡബിൾ 2x. ഇനി സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ. അടുത്തൊരു 2.4ൻ്റെ സ്ക്വയർ 24ൻ്റെ സ്ക്വയർ എത്ര 576. ഡബിൾ പ്ലേസ് ചെയ്യുന്ന പോയിന്റ് ഇടുമ്പോൾ 5.76. മൈനസ് ആണ്, സിമ്പിൾ മൈനസ്. ഇനി 2 ഇൻറ്റു ഇതിൻ്റെ ഡബിൾ. അപ്പോൾ 2.4 ഇൻറ്റു എക്സ് 2.4x, അതിൻ്റെ ഡബിൾ ആകുമ്പോൾ 4.8x. 2.4ൻ്റെ ഡബിൾ 4.8 അല്ലേ. പ്ലസ് സെക്കൻഡ് ടൈം ആരാ എക്സിൻ്റെ സ്ക്വയർ ഇസ്ക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ നമുക്കറിയാം 7.6. ഇനി ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഇൻറ്റീജറായ 1ഉം 5.76. 1ക്ക് 5ക്ക് 1 ആഡ് ചെയ്ത് എത്ര 6, ഇപ്പോൾ 6.76. ഇനി എക്സുകൾ ആഡ് ചെയ്താൽ 2x മൈനസ് 4 പ്ലസ് 2x മൈനസ് 4.8x
പ്ലസ് പിന്നെ എക്സ് സ്ക്വയറും എസ് സ്ക്വയർ രണ്ടെണ്ണുണ്ട് 2x സ്ക്വയർ ഇസിക്കൽ ടു 6.76. ഇനി ഈ 6.76 നമ്മൾ അതർ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതവിടെ കിടക്കട്ടെ. അപ്പോൾ 2x നിന്ന് 4x മൈനസ് ചെയ്താൽ അപ്പോൾ മൈനസ് 2.8x പ്ലസ് 2x സ്ക്വയർ ഇസിക്കൽ ടു 6.76. അപ്പോൾ ഈ എൻഡിൽ ഒരു 6.8 ഉണ്ട്. ഇതിന് അതർ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ മൈനസ് 6.76. അപ്പോൾ ഇവിടെ എന്തായി മൈനസ് 2.8 പ്ലസ് 2a സ്ക്വയർ ഇസിക്കൽ ടു 6.7x 6.7x കുറച്ച് എന്താ 0 അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് എസ് സ്ക്വയറിൽ 2a സ്ക്വയർ ഫസ്റ്റ് സ്ക്വയറിൽ ആദ്യം വേണ്ടത് മൈനസ് 2.8x ഇസിക്കൽ ടു 0. എസ് സ്ക്വയർ ആദ്യം കൊണ്ടുവന്നു മൈനസ് 2.8x രണ്ടാമത് ചെയ്യും. ഇനി എസ് സ്ക്വയറിന് കൊയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ എസ് സ്ക്വയറിന് കൊയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് കളയാൻ കഴിയുമെങ്കിൽ അത് ക്രോസ് ചെയ്ത് കളഞ്ഞാൽ നല്ലത്. ഇത് ഈവൻ നമ്പറാണ്, ഇത് ഈവൻ, അപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാത്തത്. 0 അല്ലേ. ഇവിടെ നമ്പർ ഉണ്ട്, ആ നമ്പറിനെയും ഡിവൈഡ് ചെയ്യണം. എല്ലാ ടൈമിനും ഒരേപോലെ ഡിവൈഡ് ചെയ്യും. എസ് സ്ക്വയറിൽ കൂടെ എന്തെങ്കിലും നമ്പർ വരികയാണെങ്കിൽ അതിനെ 3 നമ്പർ കൊണ്ട് എന്തെങ്കിലും ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇവിടെ 0 ആയതുകൊണ്ടാണ്. ഓക്കെ, എ സ്ക്വയർ മൈനസ് 1.4x ഇസിക്കൽ ടു 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് 1.4 ആണ് ബൈ 2.7 സ്ക്വയർ. അപ്പോൾ ഇഫ് ആഡ് എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ഏതാണ്, അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ അല്ലേ, ബോത്ത് സൈഡ് രണ്ട് സൈഡിലോ. അപ്പോൾ എങ്ങനെയും എ സ്ക്വയർ മൈനസ് 1.4x പ്ലസ് 0.7 സ്ക്വയർ എത്രയാണ്, 7 സ്ക്വയർ 49. അപ്പോൾ രണ്ട് പ്ലേസ് ചേഞ്ച് പോയിന്റ് 1 2 അപ്പോൾ 0.49 പ്ലസ് 0 പ്ലസ് 0.49. ഓക്കെ അല്ലേ. അപ്പോൾ സ്ക്വയറിന് സ്ക്വയർ റൂട്ട് എക്സ് മൈനസ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര 0.7 സ്ക്വയർ അല്ലത്. അപ്പോൾ 0.7 ഓൾ ദി സ്ക്വയർ ഇസിക്കൽ ടു 0.49. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ എക്സ് മൈനസ് 0.7 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 0.49 ഇസിക്കൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇതിൻ്റെ സ്ക്വയർ ആണ് 0.7 സ്ക്വയർ അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് 0.7. So x is equal to 0.7 plus 0.7. ഈ 0.7 അടുത്ത് ഈ മൈനസ് 0.7 അതർ സൈഡ് വരുമ്പോൾ പ്ലസ് അല്ല. 0.7 പ്ലസ് 0.7 is equal to 1.4 meter. So the foot is moved 1.4 meter. Foot is moved 1.4 meter.